Hi everyone, welcome back to Kavitha's Sugar and Spice. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഷുഗർ കുക്കീസ്. നാട്ടിൽ ഇതിനെ ബട്ടർ കുക്കീസ് എന്നും പറയും. വിരലിൽ ഉണ്ടാവുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കുക്കിയാണിത്. പെട്ടെന്ന് തയ്യാറാക്കാം. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് ഒരു 1.25 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ അല്ലെങ്കിൽ മൈദ ചേർക്കാം. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര, ഇത് പൊടിച്ച പഞ്ചസാരയാണ്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും വ്യത്യാസമുണ്ട് കേട്ടോ, അപ്പോൾ അത് ശ്രദ്ധിക്കണം. 1/2 ടീസ്പൂൺ ഉപ്പ്. ആദ്യം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബട്ടറാണ് ആവശ്യം. അപ്പോൾ ബട്ടറിൽ ഈ ബട്ടർ സ്റ്റിക്കിൽ ഇതുപോലത്തെ ഇങ്ങനെ ടേബിൾ സ്പൂൺ അടയാളം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 6 ടേബിൾ സ്പൂണാണ് വേണ്ടത്. അപ്പോൾ നമുക്കിതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണോളം മുറിച്ചെടുക്കാം. ഇനി വെയ്റ്റിൻ്റെ കണക്കനുസരിച്ചിട്ടാണെങ്കിൽ ഒരു 3 ഔൺസ് ആണ് വരിക. ഇതിപ്പോൾ 4 ഔൺസിൻ്റെയാണ്, 2 ടേബിൾ സ്പൂൺ മുറിച്ചെടുത്തു. 3 ഔൺസ് ബട്ടർ. ഇത് നമ്മൾ ഉരുക്കരുത്, ഇതിനെ ഇങ്ങനെ ഹാർഡായിട്ട് കട്ടയായിട്ട് തന്നെ അതിൽ മിക്സ് ചെയ്യണം. ഇതുപോലെ ഉള്ള ഒരു ഫുഡ് പ്രോസസ്സറിൽ വെച്ചിട്ടാണ് ഞാനിത് മിക്സ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക്, നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്തതാണല്ലോ, അത് ഇതിലേക്ക് ഇടാം. ഈ ബട്ടറിനെ നമുക്ക് കുറച്ച് കഷ്ണങ്ങളായിട്ട് മുറിക്കാം. ഫുഡ് പ്രോസസ്സർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് മിക്സിയിലാക്കിയാലും മതി. കയ്യിലാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ കയ്യിലാക്കുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടി സമയമെടുക്കും. ഇതിനെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. ഇത് നമുക്ക് പൾസിലിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് ഓവറായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. ബട്ടറിൽ മിക്സായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ബട്ടറൊക്കെ അതിൽ മിക്സായി ഒരു തരം ബ്രെഡ് ക്രംസിൻ്റെ ഒക്കെ ഒരു ഷായായിരിക്കും. അപ്പോൾ നിങ്ങൾ കൈകൊണ്ട് മിക്സ് ചെയ്യുകയാണെങ്കിലും ഇതുപോലെയാണ് ആക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു മുട്ടയും 1/2 ടീസ്പൂൺ വെനില എസൻസും ചേർത്തിട്ട് ആദ്യം നമ്മൾ മറ്റേ മിക്സിൽ ഇടുന്നതിൻ്റെ മുന്നേ തന്നെ ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പതപ്പിക്കൊന്നും വേണ്ട, ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി ഈ മുട്ടയുടെ മിക്സ്ചർ കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നമുക്കിതിനെ ആദ്യം ഓണാക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ ഓൾറെഡി ഡോ ഇവിടെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഷുഗർ കുക്കിയുടെ മാവ് ഉണ്ടാക്കൽ ഇത്ര സിമ്പിളായിരിക്കുന്നത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലേ? പണി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇനി ബേക്ക് ചെയ്യേണ്ട പണിയല്ലേ ഉള്ളൂ. അപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒരു 2 തൊട്ട് 3 മണിക്കൂറെങ്കിലും മിനിമമാണ് പറയുന്നത്. മിനിമം 2 തൊട്ട് 3 മണിക്കൂർ വരെയെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാവണം. ഓവർനൈറ്റ് വെക്കുന്നതാണ് പെർഫെക്റ്റ്. ഞാനിതിനെ ഒരു സെറാൻ റാപ്പിൽ പൊതിഞ്ഞിട്ട് അപ്പോൾ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. ഓവർനൈറ്റ് ഈ ഡോവിനെ വെച്ചു. ശരിക്കൊരു 2-3 മണിക്കൂർ വെച്ചാലും മതി കേട്ടോ. അപ്പം നല്ലോണം തണുത്ത് കിട്ടണം, അപ്പോഴേ നമുക്കിത് ശരിക്ക് പരത്തിയിട്ട് ഓരോ ഷേപ്പിലൊക്കെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് നമുക്ക് ഞാനിപ്പോൾ ഈ കൗണ്ടർ ടോപ്പിലാണ് ആക്കണത്. ആദ്യം തന്നെ മാവാക്കണമായിരുന്നു. അപ്പം കുറച്ച് മൈദ ഒട്ടാതിരിക്കാൻ വലിയൊരു പലകയുണ്ടെങ്കിൽ അതിൽ ചെയ്താലും മതി. ആദ്യം കൈകൊണ്ടൊന്ന് പരത്തി കൊടുക്കുക. 1/4 ഇഞ്ച് തിക്നെസ്സിലാണ് ആക്കിയെടുക്കേണ്ടത്. ഇത്രയാണ് ഞാൻ പരത്തിയിട്ടുള്ളത്. ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ക്രിസ്മസ് ഫിഗേഴ്സ് ഉണ്ട്, അത് വെച്ചിട്ടാണ് കട്ട് ചെയ്യാൻ പോണത്. അങ്ങനെയൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് റൗണ്ടാണുള്ളതെന്ന് വെച്ചാൽ അങ്ങനെ, എങ്ങനെയാണെന്ന് വെച്ചാൽ ക്രിസ്മസ് സമയമായ കാരണം ചെയ്തു എന്ന് മാത്രം. ഇങ്ങനെ നമുക്കിതിങ്ങനെ മാറ്റിയിട്ട് ഇതുപോലെ ഓരോന്നിനെയും നമുക്ക് മുറിച്ചെടുക്കാം. വല്ലാതെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ ഇട്ടിട്ട് പരത്തി കൊടുത്താൽ മതി കേട്ടോ.
ഇതിനെ നമുക്കിനി ഞാനിപ്പോൾ ഒരു കുക്കി ഷീറ്റിൽ പാച്ച്മെൻറ്റ് പേപ്പർ വെച്ചിട്ടാണ് കുക്കീനെയൊക്കെ വെച്ചിരിക്കുന്നത്. അതിനെ നമുക്കൊരു 325 ഡിഗ്രി ഫാരനൈറ്റിൽ ഒരു 12 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. കുറച്ചും കൂടി ഹാർഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് വരെ ബേക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഷുഗർ കുക്കി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്താണ് വീണ്ടും കാണുന്നവരെ. ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.